ആക്രമിക്കുന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണ് ഈ കുട്ടിൽ കിടക്കുന്നത്. അവൻ നല്ല കുടുംബത്തിൽ പിറന്നവനാണ്, പക്ഷെ അവൻ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയെ കാണുമ്പോൾ സൂക്ഷിച്ചു വേണം നോക്കാൻ. കാരണം അവൻ ഏത് സമയത്തും അക്രമാസക്തനാകും. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണ് ഈ കുട്ടിൽ കിടക്കുന്നത്. ബോർഡ് വായിച്ച എല്ലാവരും അതിനെ കാണാതെ മാറി നിന്നു. അവസാനം ഒരു ചെറുപ്പക്കാരൻ ധൈര്യം സംഭരിച്ച് ആ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയെ കാണാൻ വേണ്ടി ഒന്ന് എത്തി നോക്കിയപ്പോൾ ആ കൂട് ശൂന്യമാണ്, കൂടിനകത്തൊന്നുമില്ല. പക്ഷെ ആ കൂടിന്റെ ഭിത്തിയിലെല്ലാം വലിയ കണ്ണാടി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, നിലക്കണ്ണാടി. പോയി നോക്കുന്ന ആളെയാണ് അതിനകത്ത് കാണുക. സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി മനുഷ്യനായിരുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കൂട്ടിൽ കിടക്കുന്ന ചെന്നായേക്കാളേറെ, ആനയെക്കാളേറെ, സിംഹത്തെക്കാളേറെ, കാട്ടാനയെക്കാളേറെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി മനുഷ്യനായിരുന്നു. കവി പറഞ്ഞതുപോലെ ചെന്നായ, ചെമ്പോത്ത്, പോത്തുചീറ്റപ്പുലി, പന്നിപാമ്പെന്തെല്ലാം ഉണ്ടിവനിൽ, തൃട്ടാവ് പോലും ഭയം മൂലമാകിടാം, വിട്ടുകൊടുത്തു മർത്യനു വിശ്വം. മർത്യനോ മർത്യന്റെ ചോര കുടിക്കണം, മർത്യനിൽ ബുദ്ധിമാനല്ലോ മർത്യൻ. ചെന്നായ, ചെമ്പോത്ത്, പോത്തുചീറ്റപ്പുലി, പന്നിപാമ്പെന്തെല്ലാം ഉണ്ടിവനിൽ. ചെന്നായ, ചെമ്പോത്ത്, പോത്ത്, ചീറ്റപ്പുലി, പന്നി, പാമ്പ്, സർവ്വതിന്റെ ഈ സ്വഭാവം ഒന്നിച്ചു ചേർന്ന ഒരു നികൃഷ്ട ജീവിയെ കാണണമെങ്കിൽ അത് മനുഷ്യനാണെന്ന് പറയേണ്ടി വരും. ചിഹ്നം വിളിക്കുന്ന കാട്ടാനകൾ താമസിക്കുന്ന കാട്ടിൽ വർഗീയ കലാപമുണ്ടോ? കടിച്ചു കീറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സിംഹങ്ങൾ അധിവസിക്കുന്നിടത്ത് ഏതെങ്കിലും സിംഹം മറ്റൊരു സിംഹത്തെ കടിച്ചു കീറി കൊന്നതായിട്ട് പറയാൻ കഴിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്തു തീർത്തവൻ മനുഷ്യനാണ്. മനുഷ്യൻ മൃഗത്തെക്കാൾ അധിപതിച്ചു പോകുമ്പോ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ സമൂഹത്തിന് വഴികാട്ടിയായി മാറിയ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലജ്നാൻ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുകൂടെ ഒരു കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാനും മറുകൈയിൽ ചാട്ടവാറും ചുണ്ടിൽ ചൂളംവിളിയുമായി നടന്നുപോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികള് ലോകത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യരാക്കി മാറ്റിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഖുർആൻ മാമ തേരി ബി യെ ലുബി ലുബി തേരാ നാം ബി യെ ആസ്മാൻ തുമാരാ സാമി യെ ലുബി ലുബി തേരാ നാം ബി യെ ഖുർആൻ തുമാരാ മാമ. നിന്റെ തലപ്പാവ് ഖുർആനായി മാറട്ടെ, നിന്റെ ഏറ്റവും വലിയ അലങ്കാരം ഖുർആനായി മാറട്ടെ. ഈ ഖുർആൻ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരമായി മാറുമ്പോഴാണ് മൃഗീയതയിൽ നിന്ന് മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ മഹിതമായ ഭാവനയിലോട്ട് നടത്താൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു ഗ്രന്ഥം അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ കേട്ടപ്പോഴാണ് ലോകത്ത് നല്ല മനുഷ്യരുണ്ടായത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ തന്നെ ചർച്ച ചെയ്യാം, അല്ലേ? ഖുർആൻ പഠിച്ചാലും മൃഗീയത മാറി മനുഷ്യനാകും. ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ സൂറത്ത് ഏതാണ്? സൂറത്ത് ഏതാ? അൽ ബഖറ ആണല്ലോ. ബക്കറയുടെ അർത്ഥം എന്താ? പശു, നാൽക്കാലി. ഒരു വിവരവുമില്ലാത്ത നാൽക്കാലി. സൂറത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഒന്നാമത്തെ സൂറത്ത്, അതിന്റെ പേര് അൽ ബഖറത്ത്. അള്ളാഹ് തുടങ്ങുന്നത് നാൽക്കാലിയുടെ പേര് പറഞ്ഞിട്ടാ. ഇത്രയും വലിയൊരു ഗ്രന്ഥം അതൊരു നല്ല വാക്ക് പറഞ്ഞ് തുടങ്ങിക്കൂടായിരുന്നു എന്ന് ചില ആളുകൾ ചോദിക്കും. അൽ ബഖറത്ത്, പശു. ബക്കറയിൽ നിന്ന് തുടങ്ങി 114-ാമത്തെ അധ്യായം ഏറ്റവും അവസാനത്തെ സൂറത്ത്. ആ സൂറത്തിന്റെ പേരെന്താ? അന്നാസ്, അല്ലേ? സൂറത്തുൽ അന്നാസ്. നമ്മൾ വളർന്നു, നമ്മൾ ക്ലാസ്സാണ്, പരസ്പരം പറഞ്ഞു പഠിക്കാം. അന്നാസ്. അന്നാസിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ. ആദ്യത്തെ സൂറത്ത് പശു, നാൽക്കാലി. ഏറ്റവും അവസാനത്തെ സൂറത്ത് അന്നാസ്, പരിപൂർണ മനുഷ്യൻ. സൂറത്തുൽ ബക്കറ മുതൽ ഒരാൾ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ സൂറത്ത് നാസിലെത്തുമ്പോൾ അവന്റെ പശുവിന്റെ നാൽക്കാലിയുടെ സ്വഭാവം മാറി അവസാനം അവൻ മനുഷ്യന്റെ സ്വഭാവമായി മാറണം. അതാണ് ഖുർആൻ. അതിനാണ് അള്ളാഹ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അൽ ബക്കറ മുതൽ ഓതാൻ തുടങ്ങിയാൽ അത് അവസാനിച്ച് സൂറത്ത് നാസിലെത്തുമ്പോ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മൃഗീയ സ്വഭാവവും മാറി അവനൊരു പരിപൂർണ മനുഷ്യനായി മാറണം എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വേണ്ടാന്ന് വെച്ച് പറയാത്താണോ അതോ അള്ളാഹു നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഖുർആന്റെ ഒറ്റ ആയത്താണ് നമ്മുടെ വിഷയം.
ഖുർആനിന്റെ ഏറ്റവും ആദ്യത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഖുർആന്റെ ഒരു ഫളായിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടി മാറിയത് ഖുർആൻ കണ്ടിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടി മാറിയത് ഖുർആനായപ്പോൾ എല്ലാ വടിവിറ്റ് പോയ സർവാളുകളെയും ധാരാളം ചെറുപ്പക്കാരുണ്ട്. കലൂരൊരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് കേൾക്കാൻ കൂടുതലും ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും മൈക്കിൾ ജാക്സൺ റളിയല്ലാഹു അൻഹു എന്ന് പറയല്ലേ. പെട്ടെന്ന് പറയുമ്പോൾ വാതിലിന്റെ മജ്‌ലിസിലെത്താം. മൈക്കിൾ ജാക്സൺ എല്ലാവർക്കും അറിയാം. 7 പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖത്തെ വടുക്കളെല്ലാം മാറ്റി 14 ഗ്രാമി അവാർഡുകൾ നേടിയ ചടുല നൃത്തത്തിന്റെ നിക്തലയ താളയം കൊണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ തന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത കൈവിരലുകൾ കൊണ്ടും കാൽവിരലുകൾ കൊണ്ടും മാന്ത്രിക സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്ത ആയിരക്കണക്കിന് 14 ഗ്രാമി അവാർഡ് നേടിയ ലോകത്തിലെ ഒരേ ഒരു സംഗീതജ്ഞനായ ബാർബറ പ്രഭുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 140 ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ കൊട്ടാരത്തിന്റെ ഉള്ളിൽ സുഖലോലുപത്തിന്റെ രാജകുമാരനായി കിടന്നുറങ്ങി അവസാനം ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയ മൈക്കിൾ ജാക്സനെ നിങ്ങൾക്കറിയാം. ഇടയ്ക്ക് എല്ലാവരും ഒരു വാർത്ത കേട്ടു, മൈക്കിൾ ജാക്സൺ മുസ്ലിമായി. കാരണം എന്താ? ബഹ്റൈനിലെ രാജകുമാരനുമായിട്ട് നടന്ന വഞ്ചനാ കേസിൽ ബഹ്റൈൻ കോടതിയിൽ ഹാജരാകുന്നതിന്റെ തലേ ദിവസം മൈക്കിൾ ജാക്സൺ മുസ്ലിമായി മിക്കായേൽ എന്ന പേര് സ്വീകരിച്ചു. അത് മൈക്കിൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മലയാളത്തിൽ വായിച്ചാൽ മിക്കായേൽ എന്ന് വായിക്കാൻ പറ്റും. മൈക്കിൾ എന്നും വായിക്കാം, മിക്കായേൽ എന്ന് വായിക്കാം, ഇല്ലേ? എങ്ങനെ വേണമെങ്കിലും വായിക്കാം. കൊല്ലോന്നും ഇംഗ്ലീഷിൽ എഴുതിയാൽ കൊല്ലോന്നും വായിക്കാം, കൊള്ളാന്നും വായിക്കാം. അത് ഭാഷയുടേതാണ്. മൈക്കിൾ ജാക്സൺ എഴുതിയാൽ മിക്കായേൽ എന്നും വായിക്കാം. അതിനേക്കാളൊക്കെ മുമ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. മൈക്കിൾ ജാക്സനെയൊക്കെ മുമ്പ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ മാസ്മരികമായ ലോകത്തേക്ക് കടത്തിക്കൊണ്ടുപോയ സ്വന്തം ബീജത്തിൽ പിറന്ന കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് സമ്മാനമാടിയ മൈക്കിൾ ജാക്സനൊക്കെ എത്രയോ മുമ്പ് ലോകം മുഴുവനും അറിഞ്ഞൊരു വല്ലാതെ സംഗീത പ്രതിഭയുണ്ടായിരുന്നു. കെട്ടി സ്റ്റീവൻസ് എന്ന പേരിലറിയപ്പെടുന്ന ഇന്നും ദാടിയും തലപ്പാവുമായി ജീവിച്ചിരിക്കുന്ന യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമായിരിക്കും. യൂസുഫുൽ ഇസ്ലാം ഹൂ ഈസ് ദ റഹ്മാൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മ്യൂസിക് നിങ്ങളുടെ മൊബൈലുകളിൽ കണ്ടേക്കാമത് യൂസുഫുൽ ഇസ്ലാമിന്റേതാണ്. മുസ്ലിമാകുന്നതിന് മുമ്പ് കെട്ടി സ്റ്റീവൻസ് എന്ന് പറഞ്ഞ മൈക്കിൾ ജാക്സനെക്കാളേറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തിലോട്ട് കൊണ്ടുപോയ കെട്ടി സ്റ്റീവൻസ് ക്യാൻസർ ബാധിച്ച് ലണ്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ക്യാൻസറിന്റെ വല്ലാത്ത വേദന സഹിക്കാൻ കഴിയാതെ കെട്ടി സ്റ്റീവൻസ് വല്ലാതെ കിടന്നു പൊളയുമ്പോ കുറെ ക്രൈസ്തവ മിഷണറിമാര് വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിലിരുന്ന് ബൈബിൾ പാരായണം ചെയ്തു. അദ്ദേഹത്തിന്റെ എല്ലാ വേദനയും മാറാൻ വേദന മാറിയില്ല. ആരോ ഒരാൾ പറഞ്ഞു അത്രേ, ഇവിടെ അടുത്ത് ഒരു കൊച്ചു സുഡാനി ബാലനുണ്ട്, അവൻ നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. കെട്ടി സ്റ്റീവൻസ് പറഞ്ഞു, ഏതായാലും വേണ്ടില്ല, വിളിക്കുക. കറുകറുത്ത 13 വയസ്സുള്ള സുഡാനി ബാലൻ കെട്ടി സ്റ്റീവൻസ് എന്ന് പറയുന്ന സംഗീത മാസ്മരിക പ്രതിഭയുടെ മുമ്പിലെത്തി. ആ കൊച്ചു സുഡാനി ബാലന് കെട്ടി സ്റ്റീവൻസിന്റെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുത്തു അത്രേ. ഏത് ഖുർആനായിരുന്നെന്നറിയുമോ? സൂറത്തുർ റഹ്മാൻ ഓതി. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വൻ നജ്മു വസ്സദറു യസ്ജുദാൻ. ലോകം മുഴുവനും തന്റെ സംഗീത ലോകം കണ്ട് കീഴടക്കിയ മാസ്മരിക പ്രതിഭയുടെ മനസ്സിലോട്ട് അള്ളാഹുവിന്റെ ഖുർആൻ നിറങ്ങിയപ്പോ, അദ്ദേഹത്തിന്റെ മനസ്സിനെ ഖുർആൻ കീഴടക്കിയപ്പോ ലണ്ടനിലെ കടക്കയിൽ കടന്നുകൊണ്ട് കെട്ടി സ്റ്റീവൻസ് അറിയാതെ പറഞ്ഞു പോയത്രേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലക്ഷക്കണക്കിന് സംഗീതത്തിന്റെ കോപ്പി വിറ്റടിച്ച കെട്ടി സ്റ്റീവൻസ് ഖുർആന്റെ ഒരൊറ്റായത്ത് കേട്ടിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വന്നെങ്കിൽ പിന്നീട് അയാൾ എന്ത് ചെയ്തെന്നറിയുമോ? ലണ്ടനിലെ ആശുപത്രി കിടക്ക വിട്ടെടുന്നേക്കുമ്പോ കെട്ടി സ്റ്റീവൻസ് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചിട്ട് പറഞ്ഞു, സംഗീത ലോകത്തിലൂടെ ഞാൻ സമ്പാദിച്ച കോടിക്കണക്കിന് ഡോളറുകൾ അത് സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ട് ഹറാമിലൂടെ സമ്പാദിച്ചത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അക്കൗണ്ട് വലിച്ചെറിഞ്ഞ് നീണ്ട ദാടിയും തലപ്പാവും ജുബ്ബയും ഇട്ട് ലോകം മുഴുവനും തന്റെ ശിഷ്ടകാല ജീവിതം ഇസ്ലാമിക
പ്രബോധനത്തിന് വേണ്ടി മാറ്റിവെച്ച ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക പ്രബോധനായ യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമോ? ഒരു സംഗീത ലോകത്തിന്റെ പ്രതിഭയെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ ഖുർആനിന് കഴിഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ കഴിയുന്നില്ല. ജർമ്മൻ എയർവേസിൽ യൂസുഫുൽ ഇസ്ലാം യാത്ര ചെയ്യുകയാണ്. യൂസുഫുൽ ഇസ്ലാമിന്റെ ദാടി കണ്ടപ്പോ എയർ ഹോസ്റ്റസ് പറഞ്ഞു, നിങ്ങളുടെ ദാടി ഭീകരവാദിയുടെ താടിയാണ്. ഒന്നുകിൽ ഈ താടി വടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലെയിനിൽ നിന്ന് വെളിയിലിറങ്ങുക. ഇത് ഭീകരവാദത്തിന്റെ താടിയാണെന്ന് ഇന്നത്തെ സയോണിസ്റ്റ് കൊളോണിയലിസ്റ്റ് ശക്തികളെ പോലെ എയർ ഹോസ്റ്റസ് വന്ന് പറയുമ്പോ ഒന്നുകിൽ താടി വടിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ എയർപോർട്ടിൽ നിന്ന്, ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നിന്ന് വെളിയിലിറങ്ങുക. ആ സമയത്ത് ചരിത്രത്തിന്റെ തനിയാവർത്തനം പോലെ പണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ റുസ്തമിന്റെ മുമ്പിൽ പോയി താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോ, എന്താണിത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ, അനതുറുക്കു സുന്നത നബീന മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൗലാഇൽ ഹംഖാ, ഈ പമ്പര വിഡ്ഢികൾക്ക് വേണ്ടി എന്റെ പ്രവാചകന്റെ ഒരു തിരുസുന്നത്ത് ഞാൻ കളയില്ലെന്ന് പറഞ്ഞ്, ഇല്ല എന്റെ താടി എന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് പറഞ്ഞ് ആ വർഷ ഐക്യത്തോടെ പറഞ്ഞു കൊടുത്ത യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമോ? ഈ യൂസുഫുൽ ഇസ്ലാം ദുബൈയിലെ ഷർവാനി പള്ളിയിലെത്തി. ദുബൈയിലെ അറബി തമ്പുരാക്കന്മാർ യൂസുഫുൽ ഇസ്ലാമിനെ കണ്ടപ്പോ പറഞ്ഞു, പത്ര യൂസുഫുൽ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? ദുബൈ ഭരണാധികാരി ഷർവാനി പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് യൂസുഫുൽ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചപ്പോ യൂസുഫുൽ ഇസ്ലാം ദുബൈ ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു പാട്ട് പാടി. ആ പാട്ട് ഏതെന്നറിയുമോ? യൂസുഫുൽ ഇസ്ലാം എന്ന സംഗീത പ്രതിഭ അദ്ദേഹത്തിന്റെ നാവിൽ വന്ന് പാട്ട് കൊടുത്തവത്രേ, പ്രേമത്തിന്റെ കണ്ണുകൾ പിടിച്ച അവസാനമായ ബഹുമാനപ്പെട്ട യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾ അറിയുക. ലോകം മുഴുവനും കീഴടക്കിയ സംഗീത പ്രതിഭ സൂറത്ത് റഹ്മാൻ കേട്ടപ്പോ മുസ്ലിമായി. ഇതാണ് ഖുർആൻ. ഖുർആൻ ഒരു മാസ്മരികതയാണ്. പക്ഷെ നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കും, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഖുർആൻ കേട്ടിട്ട് എത്രയോ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു. എന്തേ ഖുർആൻ നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നില്ല? ലോകം മുഴുവനും അംഗീകരിച്ച, ലോകം മുഴുവനും ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന നാവിൻ തുമ്പിൽ മധുരമായി, തൂലികത്തുമ്പിൽ പൊലിമയായി, ഹൃദയത്തിൽ ഒരു വലിയ വർണ്ണമഴയായി പെയ്തിറങ്ങുന്ന ഖുർആനിന്റെ ഏറ്റവും വലിയ മാസ്മരിക അർത്ഥ ഗാംഭീര്യമുള്ള സമതലങ്ങളിലേക്ക് കടന്നിറങ്ങുമ്പോഴാണ്, ഖുർആൻ ഒന്ന് നാം പരിചയിക്കുമ്പോഴാണ് നാം എത്രയാണ് അജ്ഞരായി മാറി നിൽക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച തുടങ്ങുകയാണ്. ഖുർആനാണ് നമ്മുടെ ചർച്ച. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലോട്ടൊന്ന് ഇറങ്ങണം. ഖുർആൻ പറയാൻ ഏതായാലും നമുക്കറിയില്ല. ഖുർആനീക ദർശനം വിടർത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന് മുന്നിൽ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ നിൽക്കാനേ നമുക്ക് കഴിയൂ. ആ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് സൂറത്തുൽ ഫാത്തിഹ, നമ്മളെപ്പോഴും ചൊല്ലുന്ന സൂറത്തുൽ ഫാത്തിഹ ഖുർആനാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുന്നു. ആദ്യത്തെ വാക്ക്